ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഹാന കൃഷ്ണ വൈറലാക്കിയ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അവരിതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പം എല്ലാവർക്കും ഒന്ന് കഴിച്ചു നോക്കിയാലോ എന്നൊക്കെ തോന്നൂലേ. അപ്പം ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഗ്ലൂട്ടിനസ് റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു സ്റ്റിക്കി ടൈപ്പ് ഓഫ് റൈസാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനിത് വാങ്ങിച്ചത് ലുലുന്നാണ്. അപ്പോൾ ഈ ഒരു റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ ഇത് നല്ലൊരു വൈറ്റ് കളറാണ്. കുറേ റൈസ് ഇങ്ങനെ ഇരിക്കുമ്പം അതിനിടയിൽ ഇതിങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പം നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നൊരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് തന്നെ വരാൻ കാരണം. അപ്പം വേറെ ഏത് റൈസ് കൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ബസ്മതി റൈസോ ജീരകശാല റൈസോ ഒക്കെ യൂസ് ചെയ്യുക. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വെള്ളം ക്ലിയർ ആവുന്ന വരെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂറോളം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നല്ല കനം കുറഞ്ഞ വൃത്തിയുള്ള ക്ലോത്തിൽ ഇതിങ്ങനെ നിരത്തി കൊടുക്കുക. ഇതിങ്ങനെ 1 മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നത് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ദിവസം വരെയൊക്കെ കുതിർക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. റൈസെല്ലാം ഇട്ടതിന് ശേഷം ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീമറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു കോക്കനട്ട് സോസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ തേങ്ങ ഉപയോഗിച്ചിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്ന തേങ്ങാപ്പാലിന് കുറച്ച് കട്ടി കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാൻഡ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം കട്ടിക്ക് തന്നെ തേങ്ങാപ്പാൽ വേണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്ത് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് മാംഗോ സ്റ്റിക്കി റൈസിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പം ഇതൊന്ന് ബ്ലെൻഡായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു റൈസ് ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. ഒരിക്കലും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്ന പോലെ ഇത് വേവിച്ചെടുക്കരുത്. ഇതിൻ്റെ പേര് തന്നെ മാംഗോ സ്റ്റിക്കി റൈസ് എന്നാണല്ലോ. അപ്പം ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഫീലിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ 1/4 ഭാഗത്തോളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. 1/4 ഭാഗത്തോളം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ട സോസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു 3/4 മണിക്കൂറിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അരിയിലോട്ട് ഈ ഒരു തേങ്ങാപ്പാലൊക്കെ അബ്സോർബായിട്ട് നല്ല രീതിയിൽ വറ്റിയിട്ടിരിക്കുന്നുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കാനുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം.
നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറി കഴിയുമ്പം ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മാറ്റി വെച്ച റൈസ് 3/4 മണിക്കൂറിന് ശേഷം ഈ ഒരു രീതിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഐറ്റമാണ് ഈ ഒരു മാംഗോ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലേവറുള്ള നല്ല പഴുത്ത മാങ്ങ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നമ്മൾ സ്റ്റിക്കി റൈസിന് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി മാംഗോ ഈ ഒരു രീതിക്ക് സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി സ്റ്റിക്കി റൈസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു റൈസ് ഈ ഒരു രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് മാംഗോയും കുറച്ച് റൈസും അത്യാവശ്യം കൂടുതൽ സോസിൽ എടുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ലാസ്റ്റിൽ ഇതിന് മേലെ നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്ത എള്ള് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാ മാംഗോ സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു റൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ടേസ്റ്റ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ര പുതുമുള്ള ടേസ്റ്റൊന്നുമല്ല. നമുക്ക് തേങ്ങാപ്പാലിൻ്റെയും മാംഗോൻ്റെ ഒക്കെ ടേസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈസാണ്. ഈ ഒരു റൈസിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ്സാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്കൊരു ഫീലോട് കൂടി കഴിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.